അതെ, ഇവിടെ 90 കിഡ്സ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. സ്ലേറ്റും കല്ല് പെൻസിലും പറമ്പിൽ നിന്നോ വഴിയരികിൽ നിന്നോ പറിച്ചെടുക്കുന്ന മഷിത്തണ്ടുമായി കൂട്ടുകാർക്കൊപ്പം നടന്നിരുന്ന ഒരു കുട്ടിക്കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇടയ്ക്കിടെ സ്ലേറ്റ് താഴെ വീണ് പൊട്ടിപ്പോയാൽ വീട്ടിൽ അതിൻ്റെ പേരിൽ അമ്മയുടെയും അച്ഛൻ്റെയും വക എഴുതുന്ന ശകാരവും, അതിനുശേഷം ആഴ്ചകളും മാസങ്ങളും പൊട്ടിയ സ്ലേറ്റിൽ തന്നെ എഴുതി പഠിച്ച ഒരു കാലം. മഷിത്തണ്ട് ഉപയോഗിച്ചും ചിലപ്പോഴൊക്കെ തുണി നനച്ച് തുടച്ചും, അതുമല്ലെങ്കിൽ ആരും കാണാതെ തുപ്പല് പുരട്ടി തുടച്ചതും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എങ്ങനെ ഓർക്കാതിരിക്കുമല്ലേ? അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ചിലപ്പോൾ വീട്ടിൽ മുതിർന്നവരുടെ കയ്യിൽ നിന്നും ചെവിക്ക് നല്ല കിഴുക്കം കിട്ടിയിട്ടുണ്ടാവും. കല്ല് പെൻസിൽ വെച്ചാണ് എഴുതാൻ അനുവാദമെങ്കിലും നമ്മുടെ അധ്യാപകർ എഴുതിയ ചോക്കിൻ്റെ കഷ്ണം ബോർഡിൻ്റെ താഴെയായി ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എഴുതിയതൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ? നമ്മൾ സ്ലേറ്റിൽ എഴുതിയതിന് ഗുഡ് എന്നോ അല്ലെങ്കിൽ മാർക്ക് ഇട്ട് തരുന്നതോ, മായ്ക്കാതെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കുന്നതും, പിറ്റേന്ന് ഹോംവർക്ക് ചെയ്യാൻ മനസ്സില്ലാ മനസ്സോടെ അത് തുടച്ചു മായ്ക്കുന്നതും ഇന്നലെ പോലെ ഓർമ്മ വരുന്നുണ്ട്. പിന്നീട് തടിപ്രയുമൊക്കെ ഉള്ള സ്ലേറ്റിൽ നിന്നും അതിന് കുറച്ച് മോടി കൂട്ടാൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തകര കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും എണ്ണം പഠിക്കുന്നതിന് വേണ്ടി മുത്തുകൾ കൊണ്ടുമൊക്കെ അലങ്കരിച്ച സ്ലേറ്റുകൾ ഉണ്ടായിരുന്നു. ആപ്പിളിൻ്റെ ഷേപ്പിലും സ്ലേറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പോലെ എഴുത്തുകളെയൊക്കെ സേവ് ചെയ്ത് വെക്കാൻ അന്ന് കഴിയുമായിരുന്നെങ്കിൽ എത്ര ഓർമ്മ നമുക്ക് ചുറ്റും കൂട്ടിനുണ്ടായിരുന്നേനെ അല്ലേ? നമ്മളുടെ ആ ഒരു കുട്ടിക്കാലം ഇനി നമുക്ക് തിരിച്ചു കിട്ടുമോ? എന്ത് രസമായിരുന്നല്ലേ?